നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എണ്ണുവാൻ പഠിക്കുവാണ്, കൗണ്ട് ചെയ്യുവാൻ പഠിക്കുവാണ്. 1 മുതൽ 10 വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുമിച്ച് കൗണ്ട് ചെയ്യുവാനായിട്ട് പഠിക്കുവാണ്. ആർ യു റെഡി? റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കൗണ്ട് ചെയ്യാനായിട്ട് ടീച്ചർ എന്താണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാവോ? ടീച്ചർ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക. ഓക്കെ, ബ്രിക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്. ആർ യു റെഡി? യെസ്. ഓക്കെ, ഹൗ മെനി ബ്രിക്സ് ആർ ഹിയർ? ഇവിടെ എത്ര ഇഷ്ടികകളുണ്ട്? എത്ര കല്ലുകളുണ്ട്, ഇഷ്ടികകളുണ്ട്? കൗണ്ട് ചെയ്തേ. only one brick. one എഴുതുവാനായി അറിയാലോ. one 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 എന്നാൽ ഒന്ന്. എന്താ പറയാ? ഒന്ന്. one brick. one 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 എന്ന് പറഞ്ഞാൽ ഒന്ന്. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. ഇപ്പോഴുള്ള എത്ര ബ്രിക്സ് ഉണ്ട്? എത്ര ഇഷ്ടികകളുണ്ട്? 1 ഒന്ന്. 2 എന്താ പറയാ? പറഞ്ഞു തരാം. 2 ഇതാണ് നമ്പർ 2. TWO 2. TWO 2 നമ്മൾ പറയാ 2. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ കൗണ്ട് ചെയ്യും? 1 2. ഇംഗ്ലീഷിലാണെങ്കിൽ 1 2 1 2 1 2 1 2 2 TWO 2 2. ഓക്കെ, 2 കഴിഞ്ഞിട്ടോ? ദാ വീണ്ടും കുറച്ച് ഇഷ്ടികകൾ കൊണ്ടുവന്നു. ഹൗ മെനി ബ്രിക്സ് ആർ ഹിയർ? കൗണ്ട് ചെയ്തേ. 1 ഒന്ന്. 2 2. 3 1 2 3. ഇതാണ് നമ്പർ 3. ഇത് ഏത് നമ്പർ ആണ്? 3. THREE 3. THREE 3 എന്ന് പറഞ്ഞാൽ 3. 3ക്ക് എന്താ പറയാ? 3. അപ്പോൾ മലയാളത്തിൽ ഒന്ന് കൗണ്ട് ചെയ്തേ, എണ്ണി നോക്കിയേ. 1 2 3. ഒരിക്കൽ കൂടി. 1 2 3. ഇംഗ്ലീഷിലാണെങ്കിലോ 1 2 3. 1 2 3. 3 കഴിഞ്ഞാൽ
ഇവിടെ എത്ര ബ്രിക്സ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 4. This is number 4. 4. F-O-U-R 4. F-O-U-R 4. 4 മലയാളത്തിൽ എങ്ങനെയാ പറയാ? 4. 4. 4. 4ന് എന്താ മലയാളത്തിൽ പറയാ? 4. 1 2 3 4. ഇനി മലയാളത്തിൽ ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4. ഒരിക്കൽ കൂടി. 1 2 3 4. ഇംഗ്ലീഷിലാണെങ്കിൽ 1 2 3 4. 4 4 4 4 4. 4 കഴിഞ്ഞിട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് ഇഷ്ടികകൾ വന്നു. ഇത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം, എണ്ണി നോക്കാം. 1 2 3 4 5. 5. 4 കഴിഞ്ഞാൽ 5. 5 നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് നമ്പർ 5. ഇതാണ് 5. 5. F-I-V-E 5. F-I-V-E 5. 5ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് 5. 5. 5. 5 5. നമുക്കൊന്ന് മലയാളത്തിൽ എണ്ണി നോക്കാം. 1 2 3 4 5. ഒരിക്കൽ കൂടി. 1 2 3 4 5. ഇംഗ്ലീഷിലൊന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ഓക്കെ. 5 കഴിഞ്ഞ് ഏത് നമ്പറാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര ബ്രിക്സ് ഉണ്ടെന്ന് നോക്കാം. ഹൗ മെനി ബ്രിക്സ് ആർ ഹിയർ? കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6. 6. 5 കഴിഞ്ഞാൽ 6. 6 എന്ന നമ്പർ അറിയാലോ. ദിസ് ഈസ് നമ്പർ 6. ഇതാണ് നമ്പർ 6. S-I-X 6. S-I-X 6. 6ന് നമ്മൾ മലയാളത്തിൽ പറയുക 6. 6. 6. 6. നമുക്കൊന്ന് ഫസ്റ്റ് ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യാം. ടീച്ചറോടൊപ്പം കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. ഇനി മലയാളത്തിൽ എണ്ണി നോക്കാം. 1 2 3 4 5 6. ഒരിക്കൽ കൂടി. 1 2 3 4 5 6. ഓക്കെ. 6. 6. 6 6. 6 കഴിഞ്ഞാലോ. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. 6 കഴിഞ്ഞാൽ 7. 7.
SEVEN 7. SEVEN 7. 7 എന്ന് പറഞ്ഞാൽ 7. 7. 7. 7. 7. 7 എന്നാൽ 7. 7. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. മലയാളത്തിൽ എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7. ഓക്കെ, 7 എന്നാൽ 7. 7. 7 കഴിഞ്ഞാൽ how many bricks are here? കൗണ്ട് ചെയ്താലോ. 1 2 3 4 5 6 7 8. 7 കഴിഞ്ഞാൽ 8. This is number 8. 8. EIGHT 8. EIGHT 8. 8 8. 8 8. 8 8 8. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 8 എന്നാൽ 8. 8 8. ഓക്കെ, 8 കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. 8 വരെ നമ്മൾ പഠിച്ചു. 8 കഴിഞ്ഞാൽ 9. 9. 9. ഇതാണ് നമ്പർ 9. 9 എന്നാൽ NINE 9. NINE 9. 9 എന്നാൽ 9. 9. 9 9. 9 9. 9 എന്താ പറയുക? 9. 9 9. 9 വരെ നമുക്ക് മലയാളത്തിൽ എണ്ണാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, 9. 9 എന്നാൽ 9. 9 9. 9 കഴിഞ്ഞാലോ? നയൻ കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞാൽ 10. 10. നമ്പർ 10. 10. ഏത് നമ്പർ ആണെന്നറിയാവോ? നമ്പർ 10. TEN 10. TEN 10. 10 എന്നാൽ 10. 10. 10. എന്താണ്? 10.
മലയാളത്തിൽ എണ്ണാം. 1 2 3 4 5 6 7 8 9 10. 10 വരെ നമ്മൾ കൗണ്ട് ചെയ്യുവാൻ എണ്ണുവാൻ പഠിച്ചു. നിങ്ങൾക്കറിയാലോ? എന്നാൽ നമുക്ക് ഒരുമിച്ച് കൗണ്ട് ചെയ്യാം. 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പഠിച്ചല്ലോ? നിങ്ങളപ്പോൾ ഇത് പറഞ്ഞു നോക്കുക കേട്ടോ. 1 മുതൽ 10 വരെ എഴുതുക, വായിച്ചു നോക്കുക. Okay children, bye bye. Thank you.